ഡിജിറ്റൽ പണമിടപാടുകളുടെ കാലത്ത് സ്വൈപ്പിംഗ് മെഷീനും സ്കാനറുമായി ഭിക്ഷ തേടുന്ന യാചകർ ചില കോമഡി ഷോകളിൽ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട്. കാലം മാറുമ്പോൾ യാചകരും മാറണമല്ലോ. ഇതിപ്പോൾ അതിനേക്കാളൊക്കെ നമ്മളെ വിസ്മയപ്പെടുത്തുന്ന ഒരു യാചകനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രാജ്യം തന്നെ അതിശയിച്ച ഒരു യാചകൻ. ഭിക്ഷാടനത്തെ മുന്തിയ തൊഴിലാക്കി മാറ്റിയ മുംബൈ സ്വദേശി ഭാരത് ജെയിൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. ഭിക്ഷാടനത്തിലൂടെ പണം വാരിക്കൂട്ടുന്ന ഇദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ യാചകനാണത്രേ. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിൽ റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഈ 54-കാരന് 7.5 കോടിയാണ് ആസ്തി. താമസം ദക്ഷിണ മുംബൈയിലെ പരേലിലെ 1.2 കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റിലും. ഭാര്യയും 2 മക്കളും സഹോദരനും അച്ഛനുമാണ് ഭാരതിനൊപ്പം ഈ 2 മുറി ഫ്ളാറ്റിൽ കഴിയുന്നത്. ഭാരത് ജെയിനിന് ഭിക്ഷ യാചിച്ച് ഒരു മാസം ലഭിക്കുന്നത് 60,000 രൂപ മുതൽ 75,000 രൂപ വരെയാണ്. രാവിലെ മുതൽ രാത്രി വരെ ദിവസവും 10 മുതൽ 12 മണിക്കൂർ വരെ ജോലി ചെയ്യും. പിന്നെ ജോലിയിലുള്ള ആത്മാർത്ഥത കാരണം ഒരു ദിവസം പോലും അവധിയും എടുക്കാറില്ല. ദിവസം 2,000 രൂപ മുതൽ 2,500 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ താനെയിൽ വാങ്ങിയ 2 കടകളുടെ വാടകയായി മാസം 30,000 രൂപ വേറെയും. മക്കൾ പഠിക്കുന്നത് സർക്കാർ സ്കൂളിലൊന്നുമല്ല, തൊട്ടടുത്ത് വൻ തുക ഫീസ് കൊടുക്കേണ്ട കോൺവെന്റ് സ്കൂളിലാണ്. മക്കൾ വളർന്നതോടെ ഈ ജോലി നിർത്താൻ ഭാരതിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം നിർത്താൻ തയ്യാറായില്ല. ഈ ജീവിത രീതി ഒഴിവാക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. പണത്തിനോട് ആർത്തിയൊന്നുമില്ലെങ്കിലും ഇത് ശീലമായി പോയെന്നും കിട്ടുന്ന പണത്തിൽ ഒരു ഭാഗം ക്ഷേത്രങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും നൽകാറുണ്ടെന്നുമാണ് ജെയിൻ പറയുന്നത്. ജെയിനിനെ പോലെ രാജ്യത്തെ യാചകരായ ഒട്ടേറെ കോടിപതികൾ വേറെയും ഉണ്ട്. രാജ്യത്തെ യാചക വ്യവസായം ഏകദേശം 1.5 ലക്ഷം കോടിയുടേതാണെന്നാണ് കണക്കാക്കുന്നത്. തന്റെ തൊഴിലിലൂടെ പണം വാരിക്കൂട്ടുന്ന ഇദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ യാചകനാണത്രേ. പണക്കാരനായി എന്ന് കരുതി തനിക്ക് സൗഭാഗ്യങ്ങൾ നൽകിയ തൊഴിൽ വിടാനൊന്നും ഭാരത് ഒരുക്കവുമല്ല. മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളായ ഛത്രപതി ശിവജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിലോ ആസാൻ മൈതാനത്തോ ഇപ്പോഴും ഇദ്ദേഹം ഭിക്ഷ യാചിച്ച് നടക്കാറുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കൗമാരപ്രായത്തിൽ തന്നെ പഠനം നിർത്തി ഭാരത് ഭിക്ഷാടനത്തിന് ഇറങ്ങുന്നത്. നിലവിൽ ഭാര്യയും മക്കളുമായി പരേലിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. മക്കൾക്ക് മികച്ച നിലയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ ഭാരതിന് കഴിയുന്നുണ്ട്. ഭാരതിന്റെ തൊഴിൽ ഭിക്ഷാടനമാണെങ്കിലും കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഒരു സ്റ്റേഷനറി കട നടത്തുകയാണ്. ഇന്ത്യയിലെ ഭിക്ഷാടന രംഗത്തിന് 1.5 ലക്ഷം കോടി രൂപ വലിപ്പമുണ്ടെന്നാണ് കണക്കുകൾ. ഇന്ത്യയിൽ പിഴ ചുമത്തിയും യാചകരെ അറസ്റ്റ് ചെയ്തും അവരെ പുനരധിവസിപ്പിച്ചും ഭിക്ഷാടനം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിരുന്നു. എങ്കിലും മറ്റു തൊഴിലുകൾക്ക് പോകാൻ താല്പര്യമില്ലാത്ത യാചകർ വീണ്ടും തെരുവിലിറങ്ങും. വൻകിട ഭിക്ഷാടന മാഫിയ തന്നെ രാജ്യത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഭിക്ഷാടനരഹിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി 2026ഓടെ ഇന്ത്യയിലെ 30 നഗരങ്ങൾ ഭിക്ഷാടനമുക്ത നഗരങ്ങളായി പ്രഖ്യാപിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുതിർന്നവരെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ട് സമഗ്രമായ സർവേക്കും പുനരധിവാസത്തിനുമായി രാജ്യത്തുടനീളം 30 നഗരങ്ങളെ കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ കൂടുതൽ നഗരങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയുടെ ഭാഗമായി 2026ഓടെ നഗരങ്ങളിലെ ഭിക്ഷാടന കേന്ദ്രങ്ങളുടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്താൻ ജില്ലാ മുനിസിപ്പൽ അധികാരികളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇവിടങ്ങളിൽ ഭിക്ഷാടനം നടത്തുന്നവരെ സ്മൈൽ, അതായത് സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ് പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു.